ഇക്ക തന്നെ ചെയ്തിരിക്കുന്ന ഇപ്പൊ 21 സിനിമകൾ, അതിനപ്പുറം എത്രയോ ഷോർട്ട് ഫിലിംസുകൾ. ഇത് ഇക്ക തന്നെ ഇരുന്ന് കാണുമ്പോൾ സ്വയം എങ്ങനെയൊക്കെ അതിനെ വിലയിരുത്തുന്നത്? ഒരു നടൻ എന്ന രീതിയിലായാലും സംവിധാനത്തിലാണെങ്കിലും അത് കഥ തിരക്കഥയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും പുറമേ നിന്നൊരു കാഴ്ചക്കാരനായിട്ടിരുന്ന് കാണുമ്പോൾ സ്വയം എങ്ങനെ വിലയിരുത്തുന്നു? ഒരുപാട് കുഴപ്പങ്ങളെ ഞാൻ കാണാറുള്ളൂ. കാരണം ഞാനൊക്കെ അഭിനയിക്കുന്ന സിനിമ ചെറിയ ബഡ്ജറ്റ് സിനിമയാണ്. അപ്പൊ അതിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ വെറുതെ ഇതിന്റെ മൈക്കിന്റെ മുള്ളിൽ വിടുന്നിട്ട് ഭയങ്കരമാണ് എന്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ 10 കോടിയോ 20 കോടിയോ ഇപ്പൊ 100 കോടിയോ ഒക്കെ എടുക്കുന്ന സിനിമയും ഈ 10 ലക്ഷം 15 ലക്ഷം കൊണ്ട് എടുക്കുന്ന സിനിമയും തമ്മിൽ ഒരുപാട് മാറ്റം. നമ്മൾ അഭിനയം തന്നെ നമ്മുടെ പെർഫെക്ഷന്റെ കറക്റ്റ് ആവില്ല. ഇപ്പൊ ഷോർട്സ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോർട്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ എടുക്കുന്ന പോലെ ഒരു മൈക്ക് വെച്ച് ഒരു ഷോട്ട് എടുക്കുന്നുള്ളൂ. ചെറിയ സിനിമകളിൽ ഒറ്റ ഷോട്ട് എടുക്കും. അത് 4 or 5 ആംഗിളിൽ എടുക്കുമ്പോഴേ നമ്മുടെ ആ പെർഫോമൻസ് കിട്ടും. അതിപ്പോ ചെറിയ സിനിമകളാകുമ്പോൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമയായിരിക്കും. ഞാൻ മിക്കവാറും അഭിനയിച്ച എല്ലാ സിനിമകളും 10 or 15 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമകളാണ്. അപ്പൊ അത്രയും തീർക്കുമ്പോൾ ഷോർട്ടിൽ വളരെ കുറയും. അപ്പൊ നമ്മൾ അഭിനയം ശരിക്കും ഫലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ കഥാപാത്രങ്ങളിൽ എന്റെ അഭിനയം പൂർണ്ണമായും ഫലിപ്പിക്കാൻ പറ്റുന്ന എനിക്കിതൊരു വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. എന്നാലും അപ്പൊ ഓരോ ഇത് കാണുമ്പോഴും ഇക്കയ്ക്ക് ഓരോരോ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്, സ്വയം വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, എന്റെ ഇന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് മോശമായി, ഇനി ഞാൻ കുറച്ചും കൂടെ അങ്ങനെ സ്വയമാണോ എപ്പോഴും ജഡ്ജ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അത് വേറൊരു സുഹൃത്തിനെയോ വേറെ ആരെങ്കിലും ചോദിക്കും, എന്റെ സിനിമ അയച്ചു കൊടുക്കും. മറ്റേ എന്റെ യൂട്യൂബിൽ തന്നെ ഗണ്ടശ, ഗോഡ്സ് ഓൺ പ്ലേയേഴ്സ് ഒക്കെ ഉള്ള കുറെ സിനിമകളുണ്ട്. അവർക്കൊക്കെ പലർക്കും അയച്ചിട്ട് അഭിപ്രായം ചോദിക്കും. അവരൊക്കെ പറയാ മേക്കിംഗ് പോരാന്ന് പറഞ്ഞാൽ 15 ലക്ഷം കൊണ്ട് തീർക്കുന്ന പടം 100 കോടി കൊണ്ട് തീർക്കുന്നതിന്റെ മേക്കിങ്ങിന്റെ ഗുണം കിട്ടില്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് അവിടെ തന്നെയാണ് പ്രശ്നം. നല്ലൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചെറിയ സിനിമയുടെ ഭാഗമാകുമ്പോൾ അതിന്റെ ആ ക്വാളിറ്റിയെ കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആ ഒരു അറിവ് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇക്കയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഇതെല്ലാം ഞാൻ എന്റെ ഞാൻ വരച്ച വരയിൽ തന്നെ എല്ലാം നിൽക്കണം എന്ന് വിചാരിച്ചാലും നടക്കില്ല. അപ്പൊ ഇപ്പൊ കാര്യങ്ങളുടെ പ്രാക്ടിക്കാലിറ്റി ഒക്കെ ഇക്കയ്ക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി കുറച്ചും കൂടി ഒരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ശരിക്കും നമ്മളിപ്പോ കാണുന്ന പോലെ ഒരു കമേഴ്ഷ്യൽ മൂവി, അത് സബ്ജക്ട് എന്തും ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ നല്ലൊരു സ്റ്റാറോ അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറോ വന്നിട്ട് അങ്ങനെ കുറച്ചും കൂടെ വോളിയം പൈസ ഇട്ടുകൊണ്ട് ഇക്കയുടെ ബിസിനസ് ഇനിയിപ്പോ നോക്കി നടത്താൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അല്പ ദൂരത്തേക്ക് മാറിക്കൊണ്ട് അങ്ങനെയൊക്കെ ഇനി ചിന്തിച്ചു നോക്കിക്കൂടെ? ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ചെറിയ സിനിമകൾ വേണ്ട എന്ന് വെച്ചിട്ട് നല്ല സിനിമകളിലെ ചെറിയ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഇപ്പോഴുള്ളത്. എനിക്ക് നായകനായിട്ട് അഭിനയിക്കണ്ട, നല്ല സിനിമയിൽ ഒരുപാട് പേര് കാണുന്ന സിനിമയിലെ ചെറിയ കഥാപാത്രം മതി. കുറച്ചു പേര് കാണുന്ന സിനിമയിലെ നായകനേക്കാൾ നല്ല ഒരുപാട് പേര് കാണുന്ന സിനിമയിലെ ചെറിയ റോളിൽ അഭിനയിക്കുന്ന ആളാണ് കൂടുതൽ താല്പര്യം. ഓക്കെ. ഈ ഒരു ലൈഫില് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്താണ് ഇപ്പം വളരെ കോൺഫിഡന്റോടെയാണ് ഇക്ക നിൽക്കുന്നത്. ഇനി ഇപ്പൊ പറയുമ്പോഴാണെങ്കിലും വളരെ ലാഘവത്തോടെ ഇന്നിപ്പോ ഒരു സിനിമ വേണമെന്നുണ്ടെങ്കിൽ ഇക്കയ്ക്ക് സുഖമായിട്ട് നിർമ്മിക്കാനും പറ്റും. ആ ഒരു ലെവലിലേക്ക് അത് സ്വയം സെൽഫ് ഏൺ മണിയും കൂടെയാണ് അല്ലേ? പക്ഷെ ഈ ഒരു ലൈഫ് ഇക്കനെ പഠിപ്പിച്ചു തന്നത് മെയിൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും എന്തൊക്കെയാണ് പഠിച്ചത് ലൈഫിൽ നിന്നും? അല്ല, ബിസിനസ്സിൽ പഠിച്ചത് ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ സ്വപ്നം കാണണം. സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ, സ്വപ്നം കാണാതെ നമ്മളെപ്പോഴും നെഗറ്റീവ് അടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കോളം കിട്ടുന്ന പോലെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ആഗ്രഹിച്ചെടുത്ത് എത്തിയില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കരുത്. ആഗ്രഹിച്ചെടുത്തേക്കൊന്നും എപ്പോഴും എത്തൂല. പക്ഷെ ആഗ്രഹിച്ചത് കൊണ്ടാണ് എത്തിയെടുത്തം വരെയെങ്കിലും എത്തിയെന്നുള്ളത് സമാധാനം കിട്ടും. ഓക്കെ. കുഞ്ഞ് റഫീഖിന്റെ മനസ്സിൽ ആഗ്രഹിച്ചത് തൊട്ട് മുന്നിലെ ഒരു ഹോട്ടലിലോ ചായക്കടയിലോ ഒരു പൊറോട്ടയും ചിക്കൻ കറിയോ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് അവരിലെ യൂസഫലിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് റഫീഖില്ലേ, ആ കുഞ്ഞ് റഫീഖ് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി എനിക്ക് ഉറപ്പാണ് ഒരു ഹോട്ടലിൽ പോയിട്ട് അന്തസ്സായിട്ട് ചേട്ടാ വെയിറ്ററിനെ വിളിച്ചുകൊണ്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു അല്ലെങ്കിൽ ഒരു പൊറോട്ടയും ആ ഒരു നിമിഷം ഓർമ്മയുണ്ടോ? അല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ അങ്ങനെ ജീവിതത്തിൽ അവസാനം അത് നേടിയെടുത്തല്ലോ. ആവശ്യമില്ല, എനിക്ക് ചുറ്റും എന്റെ സ്വന്തം ഹോട്ടലാണുള്ളത്. അതെ. ഇപ്പൊ അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ഫസ്റ്റ് ഡേ സ്വന്തമായിട്ട് നമ്മുടെ ബേക്കറിയിൽ നിന്നും പൈസ വന്നു, പൈസ കിട്ടിയിട്ട് സ്വന്തമായിട്ട് നമുക്കൊരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വരുമാനം വന്നല്ലോ. ആ സമയത്ത് ഇക്ക പോയിട്ട് ഒരു ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്തത് അതിപ്പോഴും ഓർമ്മയിലുണ്ടോ? ഉണ്ട്. അത് പൈസ വന്ന് ഒറ്റയടിക്കേണ്ട പൈസ കയറിയല്ലോ, പതിയെ കാര്യത്തിൽ. ഇപ്പൊ ഞാൻ എവിടെ യാത്ര ചെയ്യുമ്പോഴും പല റെസ്റ്റോറന്റിൽ കയറും, ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറും. പല റെസ്റ്റോറന്റുകൾ എന്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെയൊക്കെ ഇപ്പം ജീവിതത്തിന്റെ സ്റ്റൈലേ മാറി. ഇപ്പൊ ഒന്നും ഒരു സാധനം നമ്മൾ വില, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് 1 രൂപയുടെ
ശരീരം എന്ന് പറയുന്ന സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഞാൻ ഇപ്പൊ ഫിഷിന്റെ ഷോപ്പിൽ കയറിയാൽ 4000-5000 രൂപയുടെ മീനാണ് ഒരു സാധനത്തേക്കും അതിന്റെ വില ചോദിക്കാറില്ല. അത് തരാൻ പറയും. ആ ഒരു ലെവലിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തന്നെ അറിയാലോ, ഞാൻ അതിലേക്കൊക്കെ മാറി എന്നുള്ള കാര്യം. അത് ഒരു ദൈവാനുഗ്രഹമാണ്, ശ്രമത്തിന്റെ ഫലമാണ്, ഒക്കെയാണ്. ആർക്ക് ശ്രമിച്ചാലും എനിക്കാവാൻ പറ്റുമെങ്കിൽ ഇവിടെ ആർക്ക് വേണമെങ്കിലും ആവാം. കാരണം ഞാൻ ഒരു കഴിവില്ലാത്തവനാണ്. ഒരു കഴിവില്ലാത്ത ഞാൻ ഇതിൽ ആഗ്രഹിച്ച് നിങ്ങൾ പരിശ്രമിച്ചാൽ ആർക്ക് വേണമെങ്കിലും ആവാൻ പറ്റും. ഇക്ക ഒരു പക്ഷെ എളിമ കൊണ്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് ഇതിലേക്ക് ഇപ്പൊ നിരന്തരം പറയുന്നുണ്ട് എനിക്കൊരു കഴിവുമില്ല, ഞാൻ വളരെ ശരാശരിക്കാരനാണ്, അങ്ങനെ പോലും എന്നെ പറയാൻ കൊള്ളില്ല എന്ന് തന്നെ ഇങ്ങനെ പോർട്രേ ചെയ്യുന്ന ഇക്കനെ കുറിച്ച്. പക്ഷെ അങ്ങനെ ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ ഇന്നിപ്പോ 63 ബേക്കറികൾ, 21 സിനിമകൾ, അതും സ്വയം കൈപ്പടയിൽ കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ചെയ്തു. ഇക്കയ്ക്ക് അത് തോന്നുന്നതാണ് അല്ലെങ്കിൽ ഇക്കയ്ക്ക് മനസ്സിലാവുന്നില്ല ഇന്നും ഇക്കയുടെ മഹത്വം എന്താണെന്ന്, അല്ലെങ്കിൽ കഴിവെന്താണെന്ന്? എഴുതാനൊക്കെ പ്രേരണ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പം ദൈവം എല്ലാത്തിനും ചെറിയ ചെറിയൊരു കണിക തന്നിട്ടുണ്ടാവുമല്ലോ, എല്ലാ കഴിവുകളും തന്നിട്ടുണ്ടാവും. നമ്മൾ ഏതാണ് ഡെവലപ്പ് ചെയ്തെടുക്കുക അതിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ എഴുതാനുള്ളൊരു കഴിവും ചിന്തിക്കാനുള്ള കഴിവൊക്കെ തന്നിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. ഞാൻ ഒരു കഥ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഒരു കഥ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ക്ലൈമാക്സ് വരെ എത്തിച്ച് മനസ്സിലൊരു കഥ രൂപപ്പെടുത്തി എടുക്കാനൊക്കെ ഉള്ള അങ്ങനെ ഒരു കഴിവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഥ രൂപപ്പെട്ട് ക്ലൈമാക്സ് വരെ എത്തിക്കഴിഞ്ഞാലാണ് എഴുതാനിരിക്കും. ഒരു സിനിമയായിട്ട് കഥ മുന്നിൽ വരും. അത് വന്നതിന് ശേഷമാണ് എഴുതാൻ പേപ്പറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഞാനായിരിക്കും എഴുതാൻ, ചിലപ്പോൾ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതിക്കും, മകളെ കൊണ്ട് എഴുതിക്കാറുണ്ട്. അങ്ങനെയൊക്കെ എഴുതിക്കാറ് കൂടുതൽ. ഞാൻ എഴുതുന്നതിനേക്കാളും കൂടുതൽ ഞാനിങ്ങനെ നടന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒക്കെ എഴുതിക്കാറുണ്ട്. ചിലപ്പോൾ കഥയില്ലാതെ തന്നെ തിരക്കഥയിലേക്ക് പോകാറുണ്ട്. ഞാൻ സിനിമ ആദ്യം മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കും. ഒരു സിനിമ ആ സിനിമ എടുത്തിട്ട് ക്ലൈമാക്സിൽ എത്തി സിനിമയായി മനസ്സിൽ, പിന്നെ നമ്മൾ ഒന്നുപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. പക്ഷെ അത് സിനിമയുടെ കാര്യത്തിൽ, ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ 63 എണ്ണം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. കാരണം എറണാകുളത്തെ തന്നെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ തന്നെ പല പല സ്ഥലത്ത് ഇക്കയുടെ ബേക്കറികളുണ്ട്. അപ്പൊ അതൊക്കെ ഇന്നിപ്പോ സ്വന്തമാക്കി എടുക്കുക എന്ന് പറയുന്നത് തീരെ കഴിവില്ലാത്ത ഒരു പയ്യന് ഇതൊന്നും നടക്കില്ലല്ലോ. അതെനിക്ക് കഴിവുണ്ടാവും തോന്നിയിട്ടില്ല. എന്റെ കസ്റ്റമർക്ക് എന്നോട് ഞാൻ ആലുവയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ സംരക്ഷിച്ചത് ആലുവ, എന്നെ വളർത്തിയത് പെരുമ്പാവൂർ എന്നൊക്കെ ഞാൻ മുമ്പേ പല ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു. എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ എൻ്റെ ബേക്കറി വളർന്നതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയില്ല. എളിമ കൊണ്ട് പറയുന്നില്ല, എനിക്കത് തോന്നിയിട്ടില്ല. എന്നോട് എന്തോ ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട്, ആലുവയിലും പെരുമ്പാവൂരിലൊക്കെ ആളുകൾക്ക് എന്നോടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും അറിയാം, പലപ്പോഴും എൻ്റെ ഫുഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ പതിയെ വന്നിട്ട് തിരക്കുണ്ടെങ്കിലൊന്നും പറയാതെ തിരക്ക് കഴിയും എന്നെ വിളിച്ചിട്ട് ഇന്ന സാധനം ചീത്തയായിരുന്നു കേട്ടോ തന്നത്, ശ്രദ്ധിക്കട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അങ്ങനെ പറയുന്നത്? അവർക്കാണ് ഒരു ഇഷ്യൂ ഉണ്ടായിക്കൂടെ? അല്ലെങ്കിൽ ദേഷ്യം ആർക്കാലും വരില്ലേ, ആ ദേഷ്യം എന്നോട് പേടിപ്പിച്ചൂടെ? പക്ഷേ പലരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും എനിക്ക് കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്നോട് സ്നേഹം അവർക്ക് എല്ലാവർക്കും വാത്സല്യം ഉണ്ട്.